ശബ്ദങ്ങൾ. ബഷീറിന്റെ പ്രധാന ചെറുകഥകളിൽ ഒന്നാണ് ശബ്ദങ്ങൾ. ഇതിൽ 12 അധ്യായങ്ങൾ ഉണ്ട്. ഇതിലുള്ള ഒരു ചെറുകഥയാണ് ഞാൻ വായിച്ചത്. അർദ്ധരാത്രിയിലെ സന്ദർശകൻ. ഒറ്റപ്പെട്ടുപോയ ഒരു വൃദ്ധനായ ഒരാളാണ് അർദ്ധരാത്രിയിലെ സന്ദർശകൻ. പണ്ടൊരു കാലത്ത് പരസ്യമായ അമ്മയോ അച്ഛനോ ഇല്ലാത്ത ഒരു യുവാവ് ഉണ്ടായിരുന്നു. അയാൾ പാചകം ചെയ്തു. 4ാമത്തെ വയസ്സിൽ അയാൾ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, കഥ തുടങ്ങുകയാണോ? അതെ. നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? അത് കൊള്ളാം. അവിടെ നിന്നെങ്കിലും കഥ തുടങ്ങാനല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ അതെ. ഇത്രേ കാര്യമാക്കിയില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ഭ്രാന്തനായിരിക്കുമെന്ന്. അല്ലേ? നിങ്ങൾക്കെന്താണ് സുഖക്കേട്? ഭ്രാന്ത്. അതുകൊണ്ടെന്താ? ഭ്രാന്തിന്റെ ആവശ്യം ഏറ്റക്കുറിച്ചില്ലെന്നു ചിലന്ന് സരിച്ച് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് പല്ല് തേക്കുകയോ കുളിക്കുകയോ ഒന്നും നാറ്റം പിടിച്ച വസ്ത്രങ്ങളും എന്തായാലും നിങ്ങൾക്ക് കുളിച്ചു വൃത്തിയായി നടന്നുകൂടെ? വെള്ളം ഭൂമിയിലെ ചോരയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണെന്നു വിശേഷങ്ങൾ? മാറ്റാൻ വസ്ത്രങ്ങളില്ല, ഉടുത്തു കുളിക്കാൻ തോർത്തുമില്ല. നിങ്ങളെ ഈ പാതിരയ്ക്ക് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു? ആരും പറഞ്ഞയച്ചില്ല. നിങ്ങളെ ഞാൻ പകൽ കണ്ടു. നിങ്ങളുടെ പേര് പറയുന്നത് കേട്ടു. അത് നിങ്ങളാണെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടു. ഞാൻ നിങ്ങളുടെ പിറകെ വന്നു. നിങ്ങളുടെ കൂടെ വേറെ ആളുകളും വഴികൂടി. നിങ്ങളെല്ലാവരും ഈ മുറിയിൽ വന്നിരുന്നു. ഇതുവരെ വർത്തമാനങ്ങൾ പറഞ്ഞു. പ്രതിവാദവും ബഹപ്പോൾ ഞാൻ കയറി വന്നു. ഇതുവരെ നിങ്ങളോ ഇരുട്ടത്ത് വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നോ? അതെ. നിങ്ങൾക്കെന്നെ എങ്ങനെ അറിയാം? ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എവിടെന്ന് കിട്ടി? ഞാൻ വില കൊടുത്തു വാങ്ങിച്ചു. പണം എവിടെന്നാ? ഞാൻ പട്ടാളത്തിലായിരുന്നു. അങ്ങനെയാണോ നിങ്ങൾ കൊലപാതകിയായത്? അതെ. ഞാൻ ശത്രുക്കളെ മാത്രമല്ല കൊന്നിട്ടുള്ളത്. ശത്രുക്കൾ മിത്രങ്ങൾ വല്ല അർത്ഥവും ഉണ്ടോ? നിങ്ങളെന്റെ ആരാധകരാണെന്ന്. അതെ. ആരാധകരല്ലേ? അതെ. നിങ്ങൾ എനിക്ക് എന്ത് കൊണ്ടുവന്നു? എന്റെ പകലൊന്നുമില്ല. പിന്നെ കൊലപാതകത്തെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ലതോ ചീത്തയോ ആണെന്നോ? അതെ. ഞാൻ എന്താ പറയുക? ഒന്നും പറയാനില്ല. ചോദിക്കാതിരിക്കൂ. ഞാൻ എന്തെങ്കിലും പറയാം. എന്നെ ആരും കൊല്ലുന്നത് എനിക്ക് ഇഷ്ടമല്ല. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് എന്നെ കൊല്ലാൻ വരുന്ന ആൾക്ക് എന്നാൽ ശക്തിയുണ്ടോ എന്ന് നോക്കും. ശക്തിയില്ലെങ്കിൽ ഞാൻ ധീരതയോടെ നിന്ന് പൊരുതും. ശക്തിയുണ്ടെങ്കിൽ കഴിയുന്നതും വേഗത്തിൽ ദൂരെ ഓടിപ്പോകും. നിങ്ങൾ എന്നെ കളിയാക്കുകയോ? നിങ്ങൾക്കെന്താ വേണ്ടത്? എനിക്ക് ജീവിതത്തിന് ഒരു തത്വശാസ്ത്രമില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ചില കഥകൾ നിങ്ങളോട് പറയണം. നാളെ അയാൾ പോരെ? നിങ്ങളുടെ വർത്തമാനങ്ങൾ കേട്ടു ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. ഞാൻ വല്ലതും കഴിച്ചിട്ടുണ്ടോ? കിടന്നുറങ്ങാൻ പോകുന്നു. നിങ്ങൾ നാളെ വന്നാൽ മതി. അപ്പോഴേ ഞാൻ ഉണരൂ. ഞാൻ അതുവരെ എവിടെ പോകാൻ സ്ഥലമില്ലേ? ഇല്ല. ഇവിടെ പരിചയമുള്ള ആരുമില്ല. ഉണ്ടോ?
ആരുമില്ല. ഉണ്ടോ? ഈ ലോകത്തിൽ എനിക്കാര് പരിചയക്കാരാണ്? നന്ദി, നമസ്കാരം.